ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, അതായത് നമുക്കൊരു വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ലെറ്ററോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ അത് ഫേക്ക് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. സാധാരണ എപ്പോഴും വാട്സപ്പ് വഴിയും അല്ലാതെയും ഓരോരുത്തരെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഈ പറയുന്ന വർക്ക് പെർമിറ്റ്, എനിക്ക് ഇങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്, അത് ഒറിജിനൽ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റും ആഹ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഞാനും ആദ്യമൊക്കെ എനിക്ക് വലിയ വ്യക്തമായിട്ട് ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാനും എന്റെ രീതിയിൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് ഞാൻ കുറച്ച് ടിപ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അത് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അതേപോലെ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് അത് ഒരുപാട് കഷ്ടപ്പെടാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മളൊരു വർക്ക് പെർമിറ്റിനോ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. ഏകദേശം ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് അവര് അത് അയച്ചു തരും. പിന്നീട് അത് ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ അതിന്റെ ഒരു എന്താ പറയുക ഒരു ഡൗട്ടിലായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് ഈ ജോബ് ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത് ഒരു കമ്പനിയുടെ മെയിലിൽ നിന്നാണോ അല്ലെങ്കിൽ ഒരു സാധാരണ നോർമൽ മെയിൽ ഐ ഡിയിൽ നിന്നാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇത് ഒറിജിനൽ കണ്ടില്ലേ, HR@fincorp.com എന്നും ഫേക്കിനകത്ത് HR.fincorp@gmail.com എന്നും പറഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇറ്റലി എന്ന് പറഞ്ഞ ഒരു രാജ്യത്തു നിന്നാണ് നമുക്ക് ഒരു ഓഫർ ലെറ്റർ വരുന്നത്. അപ്പോൾ ആ രാജ്യത്തുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ HR@company.it എന്ന് പറഞ്ഞായിരിക്കും. അതേപോലെ ഓരോ രാജ്യത്തിനും അതേപോലെ ആ .it .com .in അങ്ങനെ ഓരോ വ്യത്യാസങ്ങളുണ്ടാവും. ആ രാജ്യത്തു നിന്നുള്ള കമ്പനി ആ രാജ്യത്താണെന്നുണ്ടെങ്കിൽ ഇമെയിലിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ജോബ് സൈറ്റ് ആണ്. ഞാൻ ഈ സൈറ്റിൽ കയറിയിട്ട് ഇവിടെ ഈ ഒരു ജോബ് ഞാൻ നോക്കണേ, ഹസ്കി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ജോബാണ്. ജോബിന്റെ ഇതാണ്, ഒരു വെയർ ഹൗസ് ജോബിന്റെ ഇതാണ്. അപ്പൊ ഈ ജോബ് പറഞ്ഞിരിക്കുന്ന ഹസ്കി എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. ഈ കമ്പനിയാണ് നമുക്ക് ഓഫർ ലെറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാല് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അവർ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാല് അവരുടെ ഇമെയിൽ ഐ ഡി, ഇതിപ്പോ ഗ്ലോബൽ ആയിട്ട്, അതായത് മൊത്തത്തിൽ അവരുടെ മെയിൻ ഇമെയിൽ ഐ ഡി ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് വരുന്ന മെയില്, നമുക്ക് വന്നിരിക്കുന്ന വർക്ക് പെർമിറ്റ് ഈ കാണുന്ന ഒരു മെയിൽ ഐ ഡി നിന്നാണോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നോക്കണം. അതേപോലെ ഇപ്പൊ ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫർ ലെറ്റർ ഏജൻസിയുടെ അവരാണ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഈ മെയിൽ ഐ ഡി ആ ഓഫർ ലെറ്ററിൽ എവിടെയെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ഓഫർ ലെറ്റർ ജെന്യുവൻ ആണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു ഓഫർ ലെറ്റർ, ആ ഓഫർ ലെറ്ററിനകത്ത് വരുന്ന ഫോണ്ട്, അതായത് എപ്പോഴും ഒരു സെയിം ഫോണ്ടിൽ തന്നെ ആയിരിക്കുള്ളൂ മൊത്തത്തിൽ വരിക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് വർക്ക് പെർമിറ്റ് ആയിരിക്കുള്ളൂ. അതേപോലെ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷിലെ ഗ്രാമർ, കാരണം ഒരു ഓഫർ ലെറ്റർ, ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ഓഫർ ലെറ്റർ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നമുക്കൊരു മോശം, അതായത് എന്താ പറയാ, ഫുള്ള് ഗ്രാമർ എല്ലാം കറക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കുള്ളൂ അവിടെ നിന്നൊക്കെ ഒരു ഓഫർ ലെറ്റർ വരുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇന്ന പോലെ ഈ പറഞ്ഞ ഓഫർ ലെറ്റർ ഫേക്ക് ആണെന്നുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഏത് കമ്പനിയിൽ നിന്നാണ് നമുക്ക് ഓഫർ ലെറ്റർ വന്നേക്കണം, ആ കമ്പനി ഏത് രാജ്യത്താണ്, അവിടെ നമ്മുടെ റിലേറ്റീവ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവര് വഴിയായിട്ട് നമുക്ക് അത് അന്വേഷിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ പിന്നെ നമുക്ക് തരുന്ന ഓഫർ ലെറ്ററിനകത്ത് നമ്മുടെ സാലറി പാക്കേജ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓരോ രാജ്യത്ത് ഓരോ ജോലിക്ക് ഒരു എന്താ പറയുക ഒരു സാലറി പാക്കേജ് ഉണ്ട്. അതിന് മുകളിലേക്കാണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. അതിന് നമുക്ക് ഓരോ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വ്യക്തമായ ഡീറ്റെയിൽസ് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഗ്ലാസ് ഡോർ എന്നുള്ള ഒരു വെബ്സൈറ്റിലാണ് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതായത് നമുക്ക് ഇപ്പൊ ഒരു രാജ്യത്തെ സാലറി പാക്കേജിനെ പറ്റിയിട്ട്, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഇറ്റലി ഒരു വെയർ ഹൗസിൽ ജോലി എന്നുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 1500 ഒക്കെയാണ് സാലറി ഒരു മാസം കിട്ടുക. അതിന് മുകളിലേക്ക് ഇപ്പൊ 2000-2500 കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണെന്ന് നമുക്കത് മനസ്സിലാവും. നമുക്ക് ഓരോ രാജ്യത്ത് ഓരോ കാറ്റഗറി ഉള്ളതിന്റെ ആ ജോബിന്റെ ഓരോ
സാലറിക്ക് ഓരോ കാറ്റഗറിക്കും കാര്യങ്ങളും ഉള്ളതിന്റെ പേരിൽ നമുക്കതെല്ലാം വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവും. അതേപോലെ നമുക്കൊരു ഓഫർ ലെറ്ററിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ഇൻഫർമേഷൻ, അതായത് കമ്പനിയുടെ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലായിരിക്കും നമുക്ക് ആ ഓഫർ ലെറ്റർ വരുന്നത്. അതേപോലെ കാൻഡിഡേറ്റ്, ആരാ അപ്ലൈ ചെയ്യുന്ന ആളുടെ പേര്, മറ്റു ഡീറ്റെയിൽസ് ആയിരുന്നു. പിന്നെ ജോബിൻ്റെ ഡീറ്റെയിൽസ്, ജോബ് ഏത് പൊസിഷനാണ് നമുക്ക് തരുന്നത്, പിന്നെ എന്നാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ഏത് ലൊക്കേഷനാണ് നമുക്ക് ജോബ് തരുന്നത്, പിന്നെ നമ്മളുടെ ജോബിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളുണ്ടാവും. പിന്നെ കമ്പനിയിൽ നിന്നുള്ള സാലറി പാക്കേജ്, പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് അവിടെ നിന്ന് കമ്പനിയിൽ നിന്നുണ്ടോ, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. പിന്നെ കമ്പനി നമ്മുടെ ഈ അതായത് ജോബിൻ്റെ ഡ്യൂറേഷൻ പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ പ്രൊവിഷൻ പീരീഡ് അതിനെ പറ്റിയിട്ട്, പിന്നെ നോട്ടീസ് പീരീഡ്, ടെർമിനേഷൻ, മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. അതേപോലെ നമുക്ക് എന്താ പറയുക, കോൺട്രാക്ട് ഇൻഫർമേഷൻ, പിന്നെ നമുക്ക് ഇതിനൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. ഇത്ര നാളിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്യണം, ആ ഓഫർ ലെറ്ററിന് ഒരു വാലിഡിറ്റി ഉള്ള ഒരു ഡെഡ് ലൈൻ, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ഓഫർ ലെറ്ററിൽ ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് ഒരു കാര്യമുണ്ട്, അതായത് ഒറിജിനൽ ഓഫർ ലെറ്റർ അതിനകത്ത് നമ്മുടെ പേരും മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതേപോലെ തന്നെ അയച്ചു തരും. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് നമ്മൾ ഇത്ര ഇത്ര ഈ നേരത്തെ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമുക്കതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ അതിനെ ആ രീതിയിൽ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മളുടെ വർക്ക് പെർമിറ്റ് ജെനുവൻ ആണോ അല്ലെന്ന് കണ്ടുപിടിക്കാനായിട്ട്, ഒരു പരിധി വരെ കണ്ടുപിടിക്കാനായിട്ട് ChatGPTയുടെ സഹായം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിന് നമ്മുടെ വർക്ക് പെർമിറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടുപിടിച്ച് തരും. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡിറ്റർമിനേഷൻ വന്ന് ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതാണല്ലേ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ടേസ്റ്റി ഡൈനിങ് കാറ്ററിംഗ് @gmail.com എന്ന് പറയുന്നത് ഒരു കമ്പനി മെയിലല്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്, ഒരു ജെനുവൻ അല്ല എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, അതായത് ഒരു വർക്ക് പെർമിറ്റ് ജെനുവൻ ആണെന്നുള്ളത് ChatGPT വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന വർക്ക് പെർമിറ്റ് ജെനുവൻ ആണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. ഇതൊക്കെയാണ് പറയാൻ എല്ലാവർക്കും. അപ്പോൾ താങ്ക്സ്.